ഹലോ മക്കളെ, നമ്മളിന്ന് പഠിക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ലിൻമാൻ തിയറി. ലിൻമാൻ തിയറി ഓഫ് യൂണിമോളിക്കുലർ റിയാക്ഷൻസ്. ഓക്കെ, ലിൻമാൻ തിയറി ഞാൻ പറഞ്ഞു. കൊളീഷൻ തിയറി എന്ന് പറഞ്ഞാൽ it is successfully explain how the molecules are able to attain the level of threshold energy through molecular collisions in bimolecular reactions. That is important, bimolecular reaction. So usually or normally we have arises a question that how molecules attain the required activation energy in a unimolecular reaction. അല്ലേ? സ്വാഭാവികമായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണത്. സോ ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ഓർ എ സിംഗിൾ മോളിക്യൂൾസ് മാനേജ് ടു അണ്ടർഗോ എ റിയാക്ഷൻ സച്ച് ആസ് ഡീകമ്പോസിഷൻസ് ഓർ ഐസോമറൈസേഷൻ എക്സെട്ര. ഹൗ these reactions will happen? So these cannot be explained by using collisions theory, because it's containing only an individual or single molecule. So the answer to this question was suggested independently by two scientists. First one is Lindemann and another man is Christiansen in 1922. Christiansen and Lindemann. So this theory is known as, they proposed theory is known as Lindeman's theory or Lindeman's Christiansen theory of unimolecular reactions. So ഇതാണ് ഫസ്റ്റത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. Suppose we consider a general equation. A gives to give product P. A represents the reactant molecules and P be product. So according to this theory, a molecule A are energized through biomolecular collisions. ഈ എ എന്ന് പറയുന്ന മോളിക്യൂൾസ് പ്രൊഡക്റ്റ് ആകുന്നുണ്ട്, പക്ഷേ ആ മോളിക്യൂൾസ് എന്ത് കിട്ടുന്നു? എനർജൈസ്ഡ് ബൈ ബയോമോളിക്കുലാർ കൊളീഷൻസ്. Okay, so the reactant molecules is collided one another. The reactant molecules means A alone. അപ്പം A plus A is collided to each other to form. എന്താ പറഞ്ഞാൽ സംഭവിക്കുക? ഇവിടെ രണ്ട് എ മോളിക്യൂൾസ് ഉണ്ടല്ലേ, രണ്ട് ഒരേ ടൈപ്പുള്ള മോളിക്യൂൾസ് വന്ന് കൊളൈഡ് ചെയ്യുമ്പം ഒരാൾ എന്ത് ചെയ്യും? അയാളുടെ എനർജി മുഴുവൻ മറ്റൊരാൾക്ക് കൊടുക്കും, മറ്റേയാൾക്ക് എനർജി ലോസ് ആവും. അപ്പോൾ നമുക്ക് അവിടെ പറയാം എ പ്ലസ് എ ഗീവ്സ് എ സ്റ്റാർ. സോ ആക്ടിവേറ്റഡ് പ്ലസ് എ, അല്ലേ? ആക്ടിവേറ്റഡ് പ്ലസ് എ ഇങ്ങനെ ഫോം ചെയ്യും. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു പോസിബിലിറ്റി, ഇതെന്ത് ചെയ്യാം? ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത സാധനം ഗെറ്റ് ഡീആക്ടിവേറ്റഡ്. ഓക്കെ, അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത സാധനം എന്ത് ചെയ്യാൻ പറ്റും? ആക്ടിവേറ്റഡ് മോളിക്യൂളിനെയാണ് നമ്മളിവിടെ എ സ്റ്റാർ കൊണ്ട് സൂചിപ്പിച്ചത്. ആക്ടിവേറ്റഡ് മോളിക്യൂൾ, എ സ്റ്റാർ ബി ദ ആക്ടിവേറ്റഡ് മോളിക്യൂൾ. ആൻഡ് ദീസ് ആക്ടിവേറ്റഡ് മോളിക്യൂൾ ഈസ് deexcited to or deactivated to its normal position or normal configuration through backward reaction. Okay, so there exists a time lag between the activation and reaction. There exists a time lag between this activation and reaction. ആക്ടിവേഷനും റിയാക്ഷനും ഇടയ്ക്ക്, ഇപ്പം ഇത് പ്രൊഡക്റ്റ് ആയിട്ടില്ല, റിയാക്ഷൻ നടന്നില്ല. ഒരേപോലുള്ള എ എന്ന് പറഞ്ഞ മോളിക്യൂൾ കൊളൈഡ് ചെയ്യുമ്പം ഒരു എക്ക് എനർജി നഷ്ടപ്പെടുന്നു, വേറൊരാൾക്ക് എനർജി കിട്ടുന്നു. അങ്ങനെ അതിലുള്ള ഒരു റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഗെറ്റ് ആക്ടിവേറ്റഡ്, അനദർ ഗെറ്റ് ഡീആക്ടിവേറ്റഡ്, ഒരു നോർമൽ മോളിക്യൂൾ. അങ്ങനെ വരുമ്പം ഈ ആക്ടിവേറ്റഡ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ ദർ എക്സിസ്റ്റ് എ ടൈം ലാഗ് ബിറ്റ്വീൻ ദീസ് ആക്ടിവേഷൻ ആൻഡ് റിയാക്ഷൻ. റിയാക്ഷനും ആക്ടിവേഷനും കാരണം ചെറിയൊരു ടൈം ലാഗ് ഉണ്ട്. ഇനി എന്താ വേണ്ടത്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് എ സ്റ്റാർ ഈസ് ബിക്കം
റിയാക്റ്റഡ് ടു ഫോം പ്രോഡക്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് സംഭവിക്കുക. സോ ദിസ് ഈസ് K1, റേറ്റ് കോൺസ്റ്റൻറ്റ് K1 ആൻഡ് ദിസ് ഈസ് ഫോർ K2. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ കോംപ്ലക്സിൻ്റെ ഈ ഒരു സ്ഥലത്ത് ദർ എക്സിസ്റ്റ് എ ടൈം ലാഗ്. ഈ ഒരു സ്റ്റെപ്പിന് ദർ എക്സിസ്റ്റ് എ ടൈം ലാഗ് ബിറ്റ്വീൻ ദിസ് ആക്ടിവേഷൻ ആൻഡ് റിയാക്ഷൻ. Okay, so during this time interval there is every probability that one portion of the activated molecules get deactivated to its original. Okay, so the other so the actual reactions occurs. The rate would proportional not to a whole number molecule but only to the number of activated molecules. Okay, number of reactant that remains activated. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ഒരു പ്രൊപ്പോസ്ഡ് ചെയ്തൊരു മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മെക്കാനിസത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് A+A ഗീവ്സ് K1 എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റ് കോൺസ്റ്റൻറ്റിൽ അത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് A*+A ആയിട്ട് മാറുന്നു. സോ ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ആക്ടിവേഷൻ. ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആക്ടിവേഷൻ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A. സോ ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A². രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു ടൈം ലാഗ് ഉണ്ട്. ആ ടൈം ലാഗിൽ എന്ത് ചെയ്യാം, ഈ ഉണ്ടായ സാധനം നേരെ റിവേഴ്സ് നടക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നാമത്തെ സ്റ്റെപ്പാണ്. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് A*+A ഗീവ്സ് A+A. എപ്പോഴും റേറ്റ് നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റെ പേരിലാണ് പറയുക. സോ ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഡീആക്ടിവേഷൻ. അല്ലേ, ഡീആക്ടിവേഷൻ. Here rate R is equal to and the rate constant is known as K inverse or K minus 1. K inverse അല്ലെങ്കിൽ K minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുകൊണ്ടാണ് K inverse എന്ന് കൊടുത്തത്. R is equal to K inverse into concentration of A star into concentration of A. Okay. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിയാക്ഷൻ. ദാറ്റ് മീൻ A* ഗീവ്സ് പ്രോഡക്റ്റ് വെൻ K2 ഇസ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഈ ഒരു കേസിന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് റിയാക്ഷൻ സ്റ്റെപ്പ്. Okay, this one is reaction step. And the rate of this reaction R is equal to K2 into concentration of A*. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നമുക്കറിയാം സ്ലോ സ്റ്റെപ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്ലോ സ്റ്റെപ്പായിരിക്കും റേറ്റ് ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, സ്ലോ സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഇവിടെ നമുക്ക് മിക്കവാറും റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A* ആണ്. ഇതാണ് സ്ലോ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇതിലെ സ്ലോ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പാണ് സ്ലോ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് ഒരു സ്ലോയാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K2 ഇൻറ്റു A* ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, K2 ഇൻറ്റു A* ആയിരിക്കും. A*, കോൺസെൻട്രേഷൻ ഓഫ് A* നമുക്കറിയോ, നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് A അറിയാം, കാരണം A നമ്മൾ എടുക്കുന്ന സാധനം റിയാക്റ്റൻ്റാണ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഈ Aയ്ക്കും പ്രൊഡക്റ്റിനും ഇടയിൽ, റിയാക്റ്റൻറ്റിനും പ്രൊഡക്റ്റിനും ഇടയിൽ നമുക്ക് മാത്രം അറിയാവുന്ന ഒരു റിയാക്റ്റിംഗ് സ്പീഷീസാണ് A* എന്ന് പറയുന്നത്. അല്ലെ, ആക്ടിവേഷൻ സംഭവിച്ചതാണ്. രണ്ടെണ്ണം കൂടി ഒരേപോലെ രണ്ട് മോളിക്യൂൾ കുഴ ചെയ്തപ്പോൾ ആക്ടിവേറ്റ് ചെയ്തതാണ്. നമുക്ക് മാത്രം
അറിയാവുന്നതാണ്. സോ ദ റേറ്റ് ഇസ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ. ഈ കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ എത്രയാണ് നമുക്കറിയോ? ഇല്ല. നമുക്ക് എ സ്റ്റാർ എന്താണെന്ന് അറിയാം, നമുക്ക് മാത്രം അറിയാം. എന്താണ് എ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് ആയിട്ട് രണ്ട് ഒരേപോലുള്ള മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തപ്പം അതിൽ ആക്ടിവേറ്റഡ് സ്പീഷീസ്, എനർജി കിട്ടിയിട്ടുള്ള ആക്ടിവേറ്റഡ് സ്പീഷീസിനെയാണ് എ സ്റ്റാർ എന്ന് പറഞ്ഞത്. സോ ഈ എ സ്റ്റാറിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇനീഷ്യലി എ ആണെങ്കിൽ നമുക്കറിയായിരുന്നു, ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള സിയുടെയും നമുക്കറിയാമായിരുന്നു. എന്നാൽ ഇതിനിടയിൽ വരുന്ന എ സ്റ്റാറിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എത്രയാണ് നമുക്ക്, അല്ലെങ്കിൽ എ സ്റ്റാറിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു മെത്തേഡാണ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. ഓക്കെ, നമ്മൾ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ SSA. ഓക്കെ, സോ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും വരിക? സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ് reactant intermediate to a good approximation, that means Bcent equal to 0 whenever the intermediate is formed slowly and disappear rapidly. Intermediate is formed slowly and disappear rapidly. ആ ഒരു കണ്ടീഷനിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സിനെ നമ്മൾ rate of change of concentration of the reactive intermediates, okay, A star reactive intermediates is set equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ഇക്വേഷനകത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ആക്ടിവേറ്റഡ് സ്പീഷീസ്. ആക്ടിവേറ്റഡ് സ്പീഷീസ് ഏതൊക്കെ കേസിലാണ് അപ്പിയർ ചെയ്യുന്നത്? A പ്ലസ് A സ്റ്റാർ ഗീവ്സ് A സ്റ്റാർ. ആ ഒരു കേസിൽ മാത്രമേ അത് ആക്റ്റീവ് ചെയ്യുന്നുള്ളൂ. സോ rate of activation is equal to rate of activation is equal to K1 into concentration of A square മാത്രം. Okay, that is called rate of activation. ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഏതായിരിക്കും ഇവിടുത്തെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്? ഡിസപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അത് എ സ്റ്റാർ പ്ലസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എ സ്റ്റാർ നശിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എ സ്റ്റാർ ഗീവ്സ് പ്രൊഡക്റ്റ് ആകുമ്പോഴും നശിക്കുകയാണ് ചെയ്യുക. സോ നമുക്ക് എഴുതാം K ഇൻവേഴ്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? SSA പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക, സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻ d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ ഇസ് ഈക്വൽ ടു, നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ വാല്യൂസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ വാല്യൂ, അതായത് റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെറ്റ് ഈക്വൽ ടു 0 ആക്കി നമ്മൾ സെറ്റ് ചെയ്യും. ദറ്റ് ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A സ്ക്വയർ. പിന്നെ ഫോം ചെയ്തത് മാത്രം പോസിറ്റീവ് എഴുതും, അല്ലാതെ ഉള്ളതൊക്കെ നെഗറ്റീവായിരിക്കും. സോ മൈനസ്, അതുകൊണ്ടാണ് മൈനസ് ചെയ്തത്. K-1 ഇൻറ്റു concentration of A star into A minus K2 into concentration of A star is equal to 0. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. 0 ആയിട്ട് നമ്മളിതിനെ ഈക്വറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് K1 A square is equal to, നമുക്ക് എഴുതാം K1 concentration of A square is equal to K inverse into concentration of A star into concentration of A plus K2 into concentration of A star. ഇങ്ങനെയായിട്ട് മാറും. ഇത് റേറ്റ് ഓഫ് അപ്പിയറൻസും
അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും കൂടി എടുത്തിട്ട് നമ്മൾ ഈക്വൽ ടു സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയാം. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എ സ്റ്റാർ കോമൺ ആയിട്ടുള്ളത് നമുക്ക് അതിനെ പുറത്തെടുക്കാം. K1 ഇൻറ്റു എ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് ഇൻറ്റു എ സ്റ്റാറിനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ സ്റ്റാർ ഇൻറ്റു കെ ഇൻവേഴ്സ് ഇൻറ്റു എ പ്ലസ് K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ. അപ്പം എ സ്റ്റാർ നമ്മൾ കോമൺ ആക്കി ഇട്ടതുകൊണ്ട് എന്തായിട്ട് മാറും? K2 എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇവിടെ എ സ്റ്റാറിന് നമ്മൾ കോമൺ ആയിട്ട് പുറത്തിട്ടില്ലേ, പ്ലസ് K2 പ്ലസ് K2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എ സ്റ്റാർ എന്താണെന്ന് കണ്ടുപിടിക്കാം. എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താവും? എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താവും? K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ ഇൻവേഴ്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് K2 എന്നായിട്ട് മാറി. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ആക്ടിവേറ്റഡ് സ്പീഷീസ് എ സ്റ്റാർ ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്? എ സ്റ്റാർ എന്ന് പറഞ്ഞത് K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ ഇൻവേഴ്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് K2. ഓക്കെ, സോ ഇതാണ് എ സ്റ്റാർ ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ബൈ കെ ഇൻവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് K2. സോ ഈ ഒരു ഇക്വേഷൻ എ സ്റ്റാർ വന്നു. ഇക്വേഷൻ കഴിഞ്ഞോ? ഇല്ല, നമ്മളിത് റേറ്റിലേക്ക് അപ്ലൈ ചെയ്യണം. റേറ്റ് ആർ ഇസ് ഈക്വൽ ടു എന്താണ് വന്നത്? K2 ഇൻറ്റു എ സ്റ്റാർ. കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ നമ്മളിവിടെ കണ്ടുപിടിച്ചു. സോ K2 ഇൻറ്റു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ബൈ കെ ഇൻവേഴ്സ് ഇൻറ്റു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് K2. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ലിൻമാൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. വെൻ കെ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്ന ഈ ഒരു ടേം ഇറ്റ് ഈസ് വെരി വെരി മച്ച് ഹയർ ദാൻ K2. K2വിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ K2വിന് പകരം നമുക്ക് കെ ഇൻവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് എഴുതിയാൽ മതി. കാരണം ഇതിലേറ്റവും കൂടുതൽ ആൾ ഇയാളാണ്. ഇയാളിൽ നിന്നും ഇവിടുന്ന് ഒരു 0.25 പൈസ കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് ആ വിലയെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മുടെ വിച്ച് ഇസ് പോസിബിൾ വെൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് വെരി ഹൈ. എയുടെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാമത്തെ കണ്ടീഷൻ ദാറ്റ് ഈസ് കെ ഇൻവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് വെരി 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 മച്ച് ഗ്രേറ്റർ ദാൻ K2. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പം നമുക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1 K2 ഡിവൈഡ് ബൈ കെ ഇൻവേഴ്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. ഓക്കെ, സോ ഇതാണ്. ഇപ്പോൾ ഇവിടെ എന്താ പറ്റുക? നമ്മൾ ഇക്വേഷൻ എഴുതി കഴിയുമ്പം റേറ്റ് ആർ ഇസ് ഈക്വൽ ടു K1 K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ ഇൻവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് K2. ഓക്കെ, ഇത് കെ ഇൻവേഴ്സ് കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ വെരി വെരി മച്ച് ഗ്രേറ്റർ ദാൻ K2. K2വിനേക്കാൾ കൂടുതലാണെങ്കിൽ പിന്നെ നമുക്ക് ഇത് മാത്രം എടുത്താൽ മതി. കെ ഇൻവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് മാത്രം നമുക്ക് മതി. അപ്പം ഇതിൽ നിന്ന് ഒരു കോൺസെൻട്രേഷൻ ഓഫ് എയും ഈ ഒരു എയും കൂടി വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ആർ ഇസ് ഈക്വൽ ടു K1 K2 കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ റേറ്റ് ആർ ഇസ് ഈക്വൽ ടു K1 K2
ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ ഇൻവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് വരും. സോ ഇവിടുന്ന് എയും എയും അടിച്ചു പോയി കഴിഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു K1 K2 കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ കെ ഇൻവേഴ്സ്. നമുക്ക് എഴുതാം റേറ്റ് ആർ ഇസ് ഈക്വൽ ടു K1 K2 ബൈ കെ ഇൻവേഴ്സ് എന്നാവും. ഓക്കെ, ഇതാണ് ഒരു കണ്ടീഷൻ. അപ്പം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ടാണ് മാറുക. ഈ കണ്ടീഷനിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. നേരെ തിരിച്ചുള്ള കണ്ടീഷൻ, ദാറ്റ് ഈസ് കെ ഇൻവേഴ്സ് ഓഫ് എ ഈസ് വെരി വെരി മച്ച് ലെസ് ദാൻ K2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ ഹയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷനകത്താണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ഡിആക്ടിവേഷൻ ഓഫ് എ സ്റ്റാർ ബൈ കൊളീഷൻ. സോ ദ റിയാക്ഷൻസ് ബിക്കം എ സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഇത്രയുമാണ് ലിൻമാൻ തിയറിയിൽ പഠിക്കുന്നത്. ഓക്കെ.